എമ്പുരാൻ സിനിമയിൽ കഥാപാത്രമുണ്ട്. ഈ BJP ബെഞ്ചുകളിൽ ഒരു മുന്നേ കാണാം. To have a re-release of 51 cuts. TP ചന്ദ്രശേഖരൻ. ഇതാദ്യമായിട്ടല്ല സിനിമയെ ഇങ്ങനെ രാഷ്ട്രീയക്കാരും ഒക്കെ എതിർക്കുന്നത്. TP 51 വിട്ട് ലെഫ്റ്റ് കാശ്മീർ ഫയൽസ്, കേരള സ്റ്റോറി തുടങ്ങി ഒരുപാട് സിനിമകൾക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ട്രോളുകളും ആക്ഷേപങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ഒരു വിവാദം ഉണ്ടാകുന്ന രീതിയിലുള്ള സിനിമയൊന്നും അല്ല. പിന്നെ ഒരിക്കലും അല്ല. കലയായിട്ട് തന്നെ കാണണം. വിവാദങ്ങൾ ആവശ്യമില്ലാത്തത് അതിന്റെ കാര്യം ഒരു കാര്യമില്ല. സിനിമയിൽ രാഷ്ട്രീയം കരുത്തരുത്. ചരിത്രം എപ്പോഴും വളഞ്ഞോടിയൊക്കെ ചെയ്യുമല്ലോ. അതല്ല സിനിമയായിട്ട് കാണണം. സിനിമ ഫീൽഡിൽ തന്നെ കാണണം. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഇങ്ങനെ കത്തിപ്പടരുകയാണ്. രാജ്യസഭയിൽ പോലും ആ ഒരു പടത്തിൻ്റെ പേരിൽ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്നു. ഏതായാലും നമുക്ക് ജനങ്ങളോട് ചോദിക്കാം, അവർക്ക് എന്താണ് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം. ആവിഷ്കാര സ്വാതന്ത്ര്യം അംഗീകരിക്കണമോ അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാമോ എന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം. ഉണ്ടായിരുന്നോ അതിന് വിവാദങ്ങളൊക്കെ ഉണ്ടായല്ലോ? എന്താണ് പറയാനുള്ളത് അതിനെപ്പറ്റി? ചേട്ടൻ കണ്ട ആളല്ലേ, അപ്പോൾ ചേട്ടൻ പറ, എന്താണ് അങ്ങനെ വിവാദങ്ങൾക്ക് സാധ്യതയുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അനാവശ്യമായ ചർച്ചയാണോ? സിനിമയുടെ രീതിയിൽ എടുക്കണ്ടേ? സിനിമയുടെ രീതിയിൽ എടുക്കണം. അത് കണ്ടിട്ട് വേറെ പാർട്ടിയുടെ സംഭവമൊക്കെ ഉണ്ട്, നമുക്ക് കണ്ടാലേ മനസ്സിലാവും, പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതൊരു വിവാദം ഉണ്ടാകുന്ന രീതിയിലുള്ള സിനിമയൊന്നും അല്ല. പിന്നെ ഒരിക്കലും അല്ല. അങ്ങനെ വിവാദമൊന്നും ഉണ്ടാവുള്ള സിനിമയല്ല. ഉറപ്പാണ്. സിനിമയായിട്ട് കാണാൻ പറ്റാത്ത ഒരു സമൂഹമാണ് ആ സിനിമയെക്കുറിച്ച് ആക്ഷേപം പറയുന്നത്. വിനോദമല്ലേ, അന്നേരം അത് വിനോദമായിട്ട് കാണാൻ ചരിത്രം എപ്പോഴും വളഞ്ഞോടിയൊക്കെ ചെയ്യുമല്ലോ. അതല്ല സിനിമയായിട്ട് കാണണം. അത് കാണാത്ത ഒരു കൂട്ടം ആളുകളാണ് ആ സിനിമയെക്കുറിച്ച് വിമർശിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് ചുമ്മാ ഈ രാഷ്ട്രീയത്തിന് ഇതാണ്. അല്ല, എമ്പുരാൻ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ നടനാണ്, സുരേഷ് ഗോപി നല്ല നടനാണ്. തന്നെ ഇതിൽ ഈ ജാതി വെച്ചൊന്നും വേണ്ട, നല്ല നടനാണ് സുരേഷ് ഗോപി. സുരേഷ് മോഹൻലാൽ. ചുമ്മാ വിവാദം തരി, നമ്മളെ പണ്ടേ മോഹൻലാൽ കാണുന്നില്ലേ? ചുമ്മാ കുറച്ച് രാഷ്ട്രീയക്കാർ, ഈ രാഷ്ട്രീയമാണ് ഈ കൊലപാതകം നടത്തുന്നത്. രാഷ്ട്രീയമാണ് കൊലപാതകം നടത്തുന്നത്, ജാതി രാഷ്ട്രീയക്കാരന്മാർ മാത്രം. രാഷ്ട്രീയമാണ് വിഷയം, അല്ല നടന്മാർ വിഷയമല്ല. മമ്മൂട്ടി, മോഹൻലാൽ, പിന്നെ തിലകൻ, വേണുഗോപാൽ നല്ല നടന്മാരാണ്. പിന്നെ അല്ല ഈ സിനിമയിൽ രാഷ്ട്രീയം കടത്തരുത്. സിനിമയായിട്ട് കാണുക. സിനിമയായിട്ട് കണ്ടാൽ കുഴപ്പമില്ലല്ലോ. രാഷ്ട്രീയമായിട്ട് സിനിമയെന്ന് പറയുന്നത് ഇപ്പോൾ സിനിമ പോലെ ജീവിക്കാൻ പറ്റില്ലല്ലോ. സിനിമയിലുള്ളതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. സിനിമ എന്ന് പറയുന്നത് നമുക്കൊരു സിനിമ ഫീൽഡിൽ തന്നെ കാണണം. ബിസിനസ് ചെയ്യുന്നത് ബിസിനസ് ഫീൽഡിൽ തന്നെ കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ സിനിമ കൊണ്ടുവന്നിട്ട് അത് രാഷ്ട്രീയമാണ്, അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഇതിന് മുമ്പുള്ള എന്തെല്ലാം പടങ്ങൾ രാഷ്ട്രീയപരമായിട്ടൊക്കെ ഇറങ്ങി. അപ്പോൾ ഇരിക്കുന്നുണ്ട്, ഇപ്പോഴും ഇരിക്കുന്നുണ്ടല്ലോ. ഉണ്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഈ സിനിമയിൽ ഇത്രയും ഒരു വിവാദമാക്കേണ്ട യാതൊരു കാര്യവുമില്ല. കത്തിച്ചിട്ടുണ്ട് ഒരുപാട്. അത്രയും കുഴപ്പത്തിലില്ലല്ലോ. സിനിമയായിട്ട് കണ്ട ഒരു പ്രശ്നമല്ല, ബിസിനസ് അല്ലേ അല്ല. വിവാദങ്ങൾ ആവശ്യമില്ലാത്തത് അതിന്റെ കാര്യം ഒരു കാര്യമില്ല. ഇതൊക്കെ സംഭവിച്ചല്ലേ കാണിച്ചല്ലെങ്കിൽ അങ്ങനെയാണ്. പക്ഷേ ഇതിന് മുന്നേ ഒരുപാട് സിനിമകൾ ബാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് സിനിമയായിട്ട് കാണണം. എൻ്റെ വിവാദങ്ങളെ കുറിച്ച് അറിഞ്ഞായിരുന്നു? അതൊക്കെ അറിഞ്ഞു. എന്താ പറയുള്ളത്? മോശമല്ലേ ഇങ്ങനെ വിവാദം ഉണ്ടാക്കുന്നത്? സിനിമയായിട്ട് കാണാം. അത് രാഷ്ട്രീയം കടത്താൻ പാടില്ല. കലയായിട്ട് തന്നെ കാണണം. ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അല്ലേ? എല്ലാവർക്കും ഉണ്ട്. ഇതാദ്യമായിട്ടല്ല സിനിമയെ ഇങ്ങനെ രാഷ്ട്രീയക്കാരും ഒക്കെ എതിർക്കുന്നത്. TP 51 വിട്ട് ലെഫ്റ്റ് കാശ്മീർ ഫയൽസ്, കേരള സ്റ്റോറി തുടങ്ങി ഒരുപാട് സിനിമകൾക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ട്രോളുകളും ആക്ഷേപങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സിനിമകൾ തിരസ്കരിക്കപ്പെടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് നിർമ്മാതാക്കളും സംവിധാനം വേദനയോടെ ആ സിനിമകളൊക്കെ തിയേറ്ററിൽ നിന്ന് മാറ്റേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സിനിമ എന്ന് പറയുന്നത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കലയാണ്. സിനിമയായിട്ട് കാണുക എന്നാണ് ഭൂരിഭാഗം ജനങ്ങളുടെയും അഭിപ്രായം എന്നാണ് ഞങ്ങളിപ്പോൾ ആൾക്കാരുടെ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സ്മേസ് ക്യാമറ അരുൺ സാറിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.